ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കൈവശമായിരുന്ന 517 വർഷം പഴക്കമുള്ള സ്വർണ്ണ ഖുർആൻ ഇനി മലയാളിക്ക് സ്വന്തം. 2 കിലോ ഭാരം വരുന്ന സുവർണ്ണ ഗ്രന്ഥത്തിന് 12 കോടിയിലേറെയാണ് മതിപ്പുവില. വിജ്ഞാനത്തിന്റെ താക്കോലായ ഖുർആന്റെ അമൂല്യശേഖരം കരസ്ഥമാക്കിയിരിക്കുകയാണ് നാദാപുരം സ്വദേശി ഹാരിസ്. 22 കാരറ്റ് സ്വർണത്തിൽ പൂർണ്ണമായി കൈകൊണ്ടെഴുതിയതാണ് ഇതിലെ എല്ലാ ആയത്തുകളും. 2 കിലോ ഭാരം വരുന്ന ഈ സ്വർണ്ണ ഖുർആന് 70 ലക്ഷം ദിർഹം അഥവാ 12 കോടിയിലേറെ രൂപയാണ് മതിപ്പ് വില. AD 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ഖുർആൻ മലേഷ്യയിലുള്ള ഭാര്യ സഹോദരനാണ് ഹാരിസിന് നൽകിയത്. ഖുർആൻ തന്നത് എന്റെ ബ്രദറാണ്. ബ്രദറിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് ചാരിറ്റിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ യത്തീംഖാന അങ്ങനെ ഉള്ള ഉദ്ദേശത്തിലാണ് അവരിത് മേടിച്ചിട്ടുള്ളത്. 17.5 സെന്റിമീറ്റർ വീതിയും 24 സെന്റിമീറ്റർ നീളവുമുള്ള ഖുർആൻ ചൈനയിൽ നിർമ്മിച്ചതാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. AD 16 മുതൽ 18 വരെ 50 വർഷം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കൈവശമായിരുന്നു ആദ്യം. പിന്നീട് 339 വർഷം ചൈനയിലെ മുസ്ലിം ടീച്ചേഴ്സ് സൂക്ഷിച്ചു. സ്വർണ്ണ ഖുർആന്റെ 7ാമത് ഉടമസ്ഥനാണ് ഹാരിസ്. 2 വർഷത്തോളം സമയമെടുത്ത് രേഖകളെല്ലാം ശരിയാക്കിയതിനു ശേഷമാണ് ഖുർആൻ പ്രതി മലേഷ്യയിൽ നിന്നും അബുദാബിയിൽ എത്തിച്ചത്. ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ജീവിതത്തിൽ എല്ലാമായി. പിന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പോലും അതിനെനിക്ക് പേടിയില്ല എന്നുള്ളതാണ് നമ്മളെ വിശ്വാസം. അമൂല്യ സമ്പത്തിനെക്കുറിച്ച് പുറം ലോകം അറിയണം, ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കണം. അതുകൊണ്ട് തന്നെ സ്വർണ്ണ ഖുർആൻ ഏതെങ്കിലും മ്യൂസിയത്തിന് കൈമാറുകയാണ് ലക്ഷ്യം. ഇക്കാര്യം അറബ് രാജകുടുംബങ്ങളുടെയും പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഈ നാദാപുരംകാരൻ. ക്യാമറാമാൻ സുജിത് സുന്ദരേഷിനൊപ്പം KR അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, അബുദാബി.